അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, നമ്മൾ സൂറത്തുൽ അഹ്സാബ് 48 ആയത്ത് വരെയാണ് പഠിച്ചത്. അൽഹംദുലില്ലാ. ഇനി അങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സൂചിപ്പിച്ചതുപോലെ പുതിയ ചില നിയമങ്ങൾ, അഹ്കാമുകൾ, വിധിവിലക്കുകൾ പഠിപ്പിക്കുകയാണ്. വിവാഹവുമായി ഒക്കെ ബന്ധപ്പെട്ട ചില വിധിവിലക്കുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആദ്യമായി നമുക്ക് ആ ഒരായത്തൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. يا أيها الذين آمنوا إذا نكحتم المؤمنات ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها فمتعوهن وسرحوهن سراحا جميلا. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത്, നിങ്ങൾ സത്യവിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾ വിവാഹം ചെയ്യുകയാണെങ്കിൽ, സുമ്മ ത്വല്ലഖ്തുമൂഹുന്ന, എന്നിട്ട് വിവാഹത്തിന് ശേഷം നിങ്ങൾ തലാഖ് ചെയ്യുകയാണ് എങ്കിൽ, അപ്പോൾ തലാഖ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകളാണ് റബ്ബി ആയത്തിൽ പറയാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ അവരെ തലാഖ് ചെയ്യുകയാണെങ്കിൽ മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, തലാഖ് ചെയ്യുമ്പോൾ രണ്ടവസ്ഥകൾ പൊതുവേ ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഭാര്യയെ സ്പർശിക്കുന്നതിന് മുമ്പ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് അവിടെ ഉദ്ദേശം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. അത് ഖുർആനിൻ്റെ ഭാഷാപ്രയോഗങ്ങളിലെ ഒരു മര്യാദയാണ്. ഇത്തരം കാര്യങ്ങൾ അങ്ങനെ പരസ്യമായി ഇങ്ങനെ എടുത്തു പറയാതെ അതിലേക്ക് സൂചന നൽകുന്ന പദങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ അങ്ങോളം ഉപയോഗിക്കുന്നത്. വേറെയും ഒരുപാട് പ്രയോഗങ്ങൾ ഈ ഒരു കാര്യത്തിൽ അള്ളാഹു പ്രയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുന്നായിക്കൊണ്ട് തലാഖ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴുള്ള വിധി എന്താണ്? ഫമാലക്കും, നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾക്ക് ഇല്ല, അലൈഹിന്ന, ആ തലാഖ് ചെയ്ത ഭാര്യമാരുടെ മേൽ ബാധ്യതയായിക്കൊണ്ട് നിങ്ങൾക്ക് അവകാശമില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ലഭിക്കുകയില്ല, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഭാര്യമാരുടെ കാര്യത്തിൽ യാതൊരു അവകാശവുമില്ല. എന്ത് കാര്യത്തിൽ? മിൻ ഇദ്ദത്തിൻ, അവർ നിങ്ങൾക്ക് വേണ്ടി ഇദ്ദ ഇരിക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടാവുകയില്ല. അതായത് ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുന്നെയാണ് തലാഖ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇദ്ദ ഇരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. തഅ്തദ്ദൂനഹ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ആ ഒരു ഇദ്ദ നിങ്ങൾക്ക് വേണ്ടി അവർ ഇരിക്കുകയില്ല എന്നുള്ളതാണ്. ഫമത്തിഊഹുന്ന, അങ്ങനെ നിങ്ങൾ തൊലാക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളവർക്ക് മുത്അ കൊടുക്കുക. അതായത് തൊലാക്ക് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വിഷമത്തിന് ഒരു ആശ്വാസമായിക്കൊണ്ടും പിന്നീടുള്ള ജീവിതത്തിനൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു പാരിതോഷികമാണ് തലാക്ക് ചെയ്ത പെണ്ണിന് ഭർത്താവ് കൊടുക്കേണ്ട ഒരു പാരിതോഷികമാണ് മുത്അ. ഒരല്പം പാരിതോഷികം ഭർത്താവ് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ മുത്അ കൊടുക്കുക. വസർരിഹൂഹുന്ന സറാഹൻ ജമീല, അവരെ എന്നിട്ട് നിങ്ങൾ ഭംഗിയായി പറഞ്ഞു വിടുക എന്നുള്ളതാണ്. ഈ ആയത്തിൽ ഒരല്പം നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ഇദ്ദ ഇരിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ സ്ത്രീ, അവൾ കുറച്ചു കാലം, ഇസ്ലാം നിഷ്കർഷിക്കുന്ന ചില കാലം അവൾ ഇദ്ദ ഇരിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗർഭിണിയായ സ്ത്രീയെയാണ് തൊലാക്ക് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ ഗർഭിണിയായ സ്ത്രീയുടെ ഇദ്ദ എന്ന് പറയുന്നത് ആ കുഞ്ഞ് പ്രസവിക്കുന്നത് വരെയാണ്, ആ ഗർഭം അവസാനിക്കുന്നത് വരെ. അതിപ്പോൾ ചിലപ്പോൾ 1 മാസമാണെങ്കിലും 9 മാസമാണെങ്കിലും എപ്പോഴാണോ പ്രസവിക്കുന്നത് അപ്പോഴാണ് അവളുടെ ഇദ്ദ അവസാനിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് ഗർഭിണിയല്ലാത്തൊരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവളെ തൊലാക്ക് ചെയ്യുകയാണെങ്കിൽ, തൊലാക്ക് ചെയ്യുകയാണ് ഇവിടെ വിഷയം. അങ്ങനെ തൊലാക്ക് ചെയ്യുന്നത് ഗർഭിണിയല്ലാത്തൊരു സ്ത്രീയാണെങ്കിൽ അവൾ 3 ശുദ്ധി കാലഘട്ടം, അല്ലെങ്കിൽ മറ്റൊരഭിപ്രായത്തിൽ 3 തവണ ഹൈല് സംഭവിക്കുന്നത് വരെയാണ് അവളുടെ ഇദ്ദ ആചരിക്കേണ്ടത്. അപ്പോൾ 3 തവണ ഹൈല് സംഭവിക്കുക, അല്ലെങ്കിൽ 3 ശുദ്ധികാലമാണ് അവൾ ഇദ്ദ ആചരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഹൈല് സംഭവിക്കാത്തൊരു
സ്ത്രീയാണെങ്കിൽ, ഒന്നുകിൽ തലാക്ക് ചെയ്യപ്പെടുമ്പോൾ ഹൈല് കാലം കഴിഞ്ഞ പ്രായമെത്തിയ സ്ത്രീകളാവാം, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ അങ്ങനെ വിവാഹം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, ഹൈല് സംഭവിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഹൈല് നിലച്ച ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവളുടെ ഇദ്ദ എന്നുള്ളത് 3 മാസമാണ്. നമ്മൾ മനസ്സിലാക്കണം, ത്വലാക്ക് ചെയ്യുമ്പോൾ ഗർഭിണിയാണെങ്കിൽ ആ പ്രസവിക്കുന്നത് വരെ, ഗർഭിണിയല്ല എന്നുണ്ടെങ്കിൽ 3 ഹൈല് കാലഘട്ടം അല്ലെങ്കിൽ 3 ശുദ്ധി കാലഘട്ടം. ഇനി ഹൈല് നിലച്ച സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവൾ 3 മാസമാണ് ഇരിക്കേണ്ടത്. ഇത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി രണ്ടാമത് ഭർത്താവിൽ നിന്ന് വേർപെടുന്ന ഒരു രംഗം എന്നുള്ളത് ഭർത്താവ് മരിച്ചു പോവുക എന്നുള്ളതാണ്. ഒരു ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയാണെങ്കിൽ ആ ഭർത്താവ് മരിച്ചാൽ ആ ഭാര്യയുടെ ഇദ്ദ എന്നുള്ളത് 4 മാസവും 10 ദിവസവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഭർത്താവുമായി വേർപിരിയുമ്പോൾ 2 അവസ്ഥകളുണ്ട്. ഒന്ന് ത്വലാക്ക് ചൊല്ലുക, ഒന്ന് ഭർത്താവ് മരണപ്പെട്ടു പോവുക. അപ്പോൾ ത്വലാക്ക് ചെയ്യുമ്പോഴുള്ള 3 അവസ്ഥകൾ നമ്മൾ പഠിച്ചു വെക്കുക. മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണെങ്കിലും 4 മാസവും 10 ദിവസവും അവൾ ഇദ്ദ ആചരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇദ്ദയുമായി ബന്ധപ്പെട്ട മറ്റു വിധിവിലക്കുകൾ മറ്റൊരു സമയത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നെ ഇദ്ദ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്ലാം ആ ഒരു വംശ പരമ്പര അത് മിക്സായി പോകാതിരിക്കാൻ, അത് എന്താ പറയുക, കൃത്യമായി നിലനിന്ന് പോകാതിരിക്കുന്നതിന് വളരെ ഗൗരവമായി കാണുന്നുണ്ട്. അതായത് വംശപരമ്പരയിൽ പ്രശ്നം വരുന്നത് കൊണ്ടാണ് ഇസ്ലാം വ്യഭിചാരമൊക്കെ നിരോധിച്ചത് എന്ന് നമുക്കറിയാം. വ്യഭിചാരം നിരോധിച്ചതിൻ്റെ ഒരു ഹിക്മത്ത് അതാണല്ലോ. അപ്പോൾ ആ തരത്തിൽ ഒരു സ്ത്രീയെ ത്വലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ഇദ്ദ ഇരിക്കുന്നതിൻ്റെ ഒരു ഹിക്മത്ത് എന്നുള്ളത് ആ ഭർത്താവിൽ ഈ സ്ത്രീക്ക് ഒരു കുഞ്ഞില്ല എന്ന് ഉറപ്പിക്കലാണ്. അതായത് 3 ഹൈല് കാലഘട്ടം ഇദ്ദ ഇരിക്കുകയാണെങ്കിൽ, 3 ഹൈല് വന്നു പോവുകയാണെങ്കിൽ ആ സ്ത്രീക്ക് ഉറപ്പിക്കാൻ കഴിയും ഈ ഭർത്താവിൽ ഒരു കുഞ്ഞ് എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ 4 മാസവും 10 ദിവസവും ഇരിക്കുമ്പോൾ അവിടെ ഈ ഭർത്താവിൽ നിന്ന് ഒരു കുഞ്ഞ് ഇല്ല എന്ന് ഉറപ്പിക്കലാണ് ഇദ്ദയുടെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചൊരു പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ്, അവരുമായി ബന്ധത്തിലേർപ്പെടുന്നതിന് മുന്നേ തലാക്ക് ചെയ്യുകയാണെങ്കിൽ ഫമാ ലക്കും അലൈഹിന്ന, നിങ്ങൾക്ക് അവരുടെ മേൽ അവകാശമില്ല, ഒരു ഇദ്ദ നിങ്ങൾക്ക് അവകാശമില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്പർശിച്ചതിന് ശേഷമാണെങ്കിൽ അവർ ഇദ്ദ ആചരിക്കുന്നത്, സ്ത്രീകൾ ഇദ്ദ ആചരിക്കുന്നത് ഭർത്താവിൻ്റെ അവകാശമാണ് എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഭർത്താവിൻ്റെ കുഞ്ഞ് ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ആ ഒരു ഇരുത്തം അത് ഭർത്താവിനുള്ള അവകാശമാണ് എന്ന് ആ പ്രയോഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഫമാലക്കും, നിങ്ങൾക്ക് അവകാശമില്ല, അലൈഹിന്ന, അവരുടെ മേൽ, അവരുടെ ബാധ്യതയായിക്കൊണ്ട് നിങ്ങൾക്കില്ല എന്നുള്ള പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമതായിക്കൊണ്ട് ഈ ആയത്തിൽ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഇവിടെ പറഞ്ഞു ഫമത്തിഊഹുന്ന, തലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് നിങ്ങൾ മുത്അ കൊടുക്കണമെന്നുള്ളതാണ്. ഒരു പാരിതോഷികം, അവളുടെ ഇനിയുള്ള ജീവിതം സുഗമമാകാൻ. അത് ഇത്ര പണമാണ്, ഇത്ര അളവ് എന്ന് ഇസ്ലാം വെച്ചിട്ടില്ല. മറിച്ച് ഭർത്താവിൻ്റെ അവസ്ഥക്കും സൗകര്യത്തിനും അനുസരിച്ച് നമ്മൾ ഒരു ഉർഫ് പരിഗണിച്ച്, നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് അവൾക്ക് കുറച്ചു കാലം ജീവിച്ചു പോകാനുള്ള ഒരു അളവ് പണം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മുത്അ എന്നുള്ളതും ഇത്തരത്തിൽ 2 തരത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ത്വലാക്ക് ചെയ്യപ്പെടുന്ന സ്ത്രീ, നമ്മൾ മനസ്സിലാക്കുക, ഒരു ഭർത്താവ് ഒരു സ്ത്രീയെ ത്വലാക്ക് ചെയ്യുമ്പോൾ അവിടെ 2 അവസ്ഥകളാണുള്ളത്. ഒന്ന്, ഈ ആയത്തിൽ പറഞ്ഞതുപോലെ അവളെ സ്പർശിച്ചിട്ടില്ല, അവളുമായി ഒറ്റക്കായിട്ടില്ല, അവളുമായി ബന്ധത്തിലേർപ്പെട്ടിട്ടില്ലാത്ത അവസ്ഥയിൽ ത്വലാക്ക് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അവളുമായി ബന്ധപ്പെട്ടതിന് ശേഷം ത്വലാക്ക് ചെയ്യുക എന്നുള്ള 2 അവസ്ഥകളാണുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഭാര്യയുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ത്വലാക്ക് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭർത്താവ് അവളുടെ മഹർ മുഴുവനായും അവൾക്ക് തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. അതായത് ത്വലാക്ക് ചെയ്യുമ്പോൾ ഭാര്യയുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണെങ്കിൽ അവൾക്ക് അവളുടെ മഹർ പൂർണ്ണമായും തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഭർത്താവിൻ്റെ ബാധ്യതയാണ്. ഇനി രണ്ടാമത്തെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ, ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുന്നേ തലാക്ക് സംഭവിക്കുകയാണ്, കല്യാണം കഴിച്ചു, അങ്ങനെ കൂടുതൽ ബന്ധം നടക്കുന്നതിന് മുന്നേ തന്നെ തലാക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ 2 അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ചിലപ്പോൾ മഹർ ഇത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും, വിവാഹവേളയിൽ ഇത്ര മഹറിന് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ മഹർ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെ ബന്ധപ്പെടുന്നതിന് മുന്നേ ത്വലാക്ക് ചെയ്ത സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക്
മഹറിൻ്റെ പകുതിയാണ് ഭർത്താവ് കൊടുക്കേണ്ടത്. മനസ്സിലാക്കുക, മഹർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മഹറിൻ്റെ പകുതി ആ സ്ത്രീക്ക് കൊടുക്കണമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ അവസ്ഥ, നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ സ്ത്രീയെ സ്പർശിക്കുന്നതിന് മുന്നേ ബന്ധപ്പെടുന്നതിന് മുമ്പേ തലാക്ക് ചെയ്യുകയും എന്നാൽ മഹർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, വലിയ ഇയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു, ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തന്നു, അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു, 2 സാക്ഷികളും ഉണ്ടായിരുന്നു, മഹറിനെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല എങ്കിൽ ആ നിക്കാഹ് സ്വഹീഹാൻ, എന്നാൽ മഹർ പിന്നീട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നിശ്ചയിക്കപ്പെടാത്തൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിലാണ് ഈ ആയത്തിൽ പറഞ്ഞ ഒരു മുത്അ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എപ്പോഴുമാണ് മുത്അ കൊടുക്കുക എന്നുള്ളതല്ല. മഹർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മഹറിൻ്റെ പകുതിയാണ് കൊടുക്കേണ്ടത്. മഹർ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു മുത്അ, ഒരു പാരിതോഷികം, അവൾക്ക് ഇനിയും കുറച്ചു കാലം ജീവിക്കാനുള്ള ഒരു പാരിതോഷികമാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്ത് അവിടുത്തെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകൾ പഠിപ്പിക്കുകയാണ്. നമുക്ക് ആയത്ത് ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാതീ ആതൈത ഉജൂറഹുൻ വമാ മലകത് യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ഇന്നാ അഹ്ലൽനാ ലക, നാം താങ്കൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു, താങ്കൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു വിവാഹം ചെയ്യാൻ. ഒന്നാമത് 4 ആളുകളെയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. അതിലൊന്നാമതായിക്കൊണ്ട് അസ്വാജകല്ലാത്തി ആതൈത ഉജൂറഹുന്ന, ഇപ്പോൾ താങ്കൾ വിവാഹമൂല്യം കൊടുത്ത് വിവാഹം ചെയ്ത താങ്കളുടെ അടുത്തുള്ള ഭാര്യമാർ, അവരെ നാം താങ്കൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ മിക്ക ഭാര്യമാർക്കും കൊടുത്ത മഹർ എന്നുള്ളത് അമാനി മൗലവി റഹിമഹുല്ലയ്ക്ക് വിശേഷിപ്പിച്ചതുപോലെ 12.5 ഊഖിയ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധിക ഭാര്യമാർക്കും മഹർ കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിൻ്റെ വിവാഹത്തെ പ്രത്യേകം അമാനി മൗലവി റഹിമഹുല്ല വിശേഷിപ്പിക്കുന്നുണ്ട്, അവിടെ പരാമർശിക്കുന്നുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഹബശയിൽ വെച്ച് രണ്ടാമത് മുസ്ലിമീങ്ങൾ ഹബശയിലേക്ക് ഹിജ്റ പോയല്ലോ. അപ്പോൾ ആ സമയത്ത് ഹബശയിലേക്ക് ഹിജ്റ പോയ കൂട്ടത്തിൽപ്പെട്ട മഹദിയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ആ മഹദിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ ആ മഹദിയുടെ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹബീബിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ നജ്ജാശിയാണ് പ്രവാചകന് ഉമ്മു ഹബീബിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അതിന് പ്രവാചകൻ്റെ ഭാഗത്തു നിന്നുള്ള മഹറായിക്കൊണ്ട് നജ്ജാശി ഉമ്മു ഹബീബക്ക് 400 ദീനാറാണ് മഹറായി നൽകുന്നത്. പ്രവാചകൻ്റെ പത്നിമാരിൽ ഏറ്റവും വില കൂടിയ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചത് ഉമ്മു ഹബീബിയാണ്. അത് നജ്ജാശി അബുസീനയിൽ വെച്ചാണ് ആ വിവാഹം നടത്തിയത് എന്നും പിന്നീട് ഉമ്മു ഹബീബിയെ പ്രവാചകനിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നും പ്രവാചകനിലേക്ക് അയക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സൊഫിയ ജുവൈരിയ റളിയല്ലാഹു അൻഹുമ, ഇവരെ പ്രവാചകൻ വിവാഹം ചെയ്തതിൻ്റെ മഹർ എന്നുള്ളത്, അതിന് വിവാഹമൂല്യം കൊടുത്തത് അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്നതും നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗത്ത് അല്ലാഹു പറയുന്നു, വമാ മലക്കത്ത് യമീനുക്ക, താങ്കളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ, അതായത് നമുക്കറിയാം ഈ ഒരു പ്രയോഗം ഖുർആനിൽ അടിമകളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് അമാനി മൗലവി വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ വലത് കൈ ഉടമപ്പെടുത്തിയ, അതായത് അടിമകളെക്കുറിച്ച് അടിമകളെ താങ്കൾക്ക് അനുവദിക്കപ്പെട്ടു തന്നിരിക്കുന്നു. മിമ്മ അഫാ അല്ലാഹു അലൈക്ക, അതായത് അടിമകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണ്. അള്ളാഹു താങ്കൾക്ക് യുദ്ധത്തിലൂടെ കൈവശപ്പെടുത്തി തന്ന, അതായത് അഫാ അല്ലാഹു അലൈക്ക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലൂടെ
തടവിലാക്കപ്പെടുന്ന അടിമകൾ ഉണ്ടാകുമല്ലോ, അവരിൽ നിന്ന് താങ്കളുടെ അടിമകളായി വരുന്ന സ്ത്രീകളെ താങ്കൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. അപ്പോൾ അഫാ അള്ളാഹു എന്നുള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ, അഫാ അള്ളാഹു എന്നുള്ളത് ഫൈ എന്നുള്ള പദത്തിൽ നിന്ന് വന്നതാണ്. ഫൈ എന്ന് പറഞ്ഞാൽ പൊതുവെ അത് പ്രയോഗിക്കുക യുദ്ധത്തിലൂടെയല്ലാതെ, യുദ്ധം നടക്കാതെ അവിശ്വാസികളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുക്കൾക്കാണ് പൊതുവെ ഫൈ എന്ന് പ്രയോഗിക്കുക. എന്നാൽ ഇവിടെയൊക്കെ ഉദ്ദേശം എന്നുള്ളത് യുദ്ധത്തിലൂടെ മൊത്തത്തിലുള്ള പ്രയോഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുദ്ധത്തിലൂടെ താങ്കൾക്ക് ലഭിച്ച അടിമകൾ, അവരെ താങ്കൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യുദ്ധത്തിലൂടെ എന്ന് പറഞ്ഞതുകൊണ്ട് യുദ്ധത്തിലൂടെ അല്ലാതെ സമ്മാനമായി ലഭിച്ച അടിമകളുണ്ടാകും, അല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങിയ അടിമകളുണ്ടാകും. ഇവരൊന്നും അനുവദിക്കപ്പെട്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ഈ ആയത്തിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈജിപ്തിലെ മുഖൗഖിസ് രാജാവ് മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയെ, ഇബ്രാഹിം പ്രവാചകൻ്റെ പുത്രൻ ഇബ്രാഹീമിൻ്റെ ഉമ്മയായ പ്രവാചകന് മാരിയത്തുൽ ഖിബ്തിയയിലാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അപ്പോൾ മാരിയത്തുൽ ഖിബ്തിയെ പ്രവാചകന് സമ്മാനമായി ലഭിച്ചതാണ്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല, മറിച്ച് അള്ളാഹു ഇവിടെ പറഞ്ഞത് പൊതുവേ അടിമകളുടെ ഉത്ഭവം ഉണ്ടാകുന്നത് അള്ളാഹു സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടിമത്തം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ യുദ്ധത്തിലൂടെ പിടിക്കപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ അടിമകളിൽ ഏറ്റവും അഫ്ളലായത് ഇത്തരത്തിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമകളാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് ആ പ്രയോഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, യുദ്ധാർജിത സ്വത്ത് എന്നുള്ളത് മുൻ പ്രവാചകന്മാർക്കൊന്നും കൊടുക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസായിസുകളിൽ, പ്രത്യേകതകളിൽ പെട്ടതാണ് എന്നും നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക. ഇനി അടുത്തതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നാലാമത്തൊരു വിഭാഗം. ആ ഒരു സന്ദർഭത്തിൽ പൊതുവെ മറ്റു മതസ്ഥർക്കിടയിൽ അടുത്തുള്ള കുടുംബങ്ങളിൽ നിന്ന് ആരെയും കല്യാണം കഴിക്കില്ല എന്നൊരു സമ്പ്രദായവുമുണ്ട്. എന്നാൽ വളരെ അടുത്ത തൻ്റെ സ്വന്തം സഹോദരന്മാരുടെ മക്കളെയും സ്വന്തം സഹോദരങ്ങൾ പോലും വിവാഹം കഴിക്കുന്ന ഒരു രീതിയുമൊക്കെ പല മതങ്ങളിലും ഉള്ളതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ നിലപാട് പറയുകയാണ്. പ്രവാചകരെ താങ്കൾക്ക് മൂന്നാമത്തെ വിഭാഗമായി അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു, വബനാത്തി അമ്മിക്ക, താങ്കളുടെ പിതൃവ്യ സഹോദരന്മാരുടെ മക്കളെ, അതായത് അബ്ദുൽ മുത്തലിബിൻ്റെ ആൺമക്കളുടെ മക്കളെ താങ്കൾക്ക് വിവാഹം ചെയ്യാവുന്നതാണ്. വബനാത്തു അമ്മാത്തിക്ക, അബ്ദുൽ മുത്തലിബിൻ്റെ പെൺമക്കളെ, അതായത് പിതൃവ്യ സഹോദരിമാരുടെ മക്കളെയും പെൺമക്കളെയും താങ്കൾക്ക് വിവാഹം ചെയ്യാവുന്നതാണ്. അടുത്തതായി പറയുന്നു വബനാത്തി ഖാലിക്ക, താങ്കളുടെ മാതൃ സഹോദരന്മാർ, അതായത് വഹബ് ബിൻ അബ്ദുൽ മനാഫ്, ബനു സഹറ ഗോത്രത്തിലെ പ്രവാചകൻ്റെ ഉമ്മയായ ആമിന, അവിടുത്തെ പിതാവായ വഹബ് ഇബ്നു അബ്ദുൽ മനാഫിൻ്റെ പെൺമക്കളെ താങ്കൾക്ക് വിവാഹം ചെയ്യാവുന്നതാണ്. മാതൃ സഹോദരന്മാരുടെ പെൺമക്കളെ, വബനാത്തി ഖാലാത്തിക്ക, മാതൃ സഹോദരിമാരുടെ പെൺമക്കളെയും താങ്കൾക്ക് വിവാഹം ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നു. അല്ലാത്തി ഹാജർന മഅക, താങ്കളുടെ കൂടെ മദീനയിലേക്ക് ഹിജ്റ വന്നതിൽപ്പെട്ട. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോന്നപ്പോൾ പ്രവാചകൻ്റെ ഈ ബന്ധുക്കളിൽ, അള്ളാഹു പരാമർശിച്ച ഈ ബന്ധുക്കളിൽ പ്രവാചകൻ്റെ കൂടെ ഹിജ്റ വന്ന സ്ത്രീകളുമുണ്ട്. എന്നാൽ മക്കയിലേക്ക് പ്രവാചകൻ തിരിച്ചു വന്ന് മക്കം ഫത്ഹ് വരെ അവിടെ മക്കയിൽ തന്നെ ഉണ്ടായിരുന്ന വിശ്വാസിനികളായ സ്ത്രീകളും ഉണ്ടായിരുന്നു ഈ ബന്ധുക്കളിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു അല്ലാത്തി ഹാജർന മഅക, ഇവിടെ താങ്കളുടെ കൂടെ ഹിജ്റ വന്ന ഈ കുടുംബക്കാരെ താങ്കൾക്ക് വിവാഹം ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞതിലൂടെ അമാനി മൗലവി റഹിമഹുല്ലയൊക്കെ പറഞ്ഞത് ഒരു നിബന്ധനയല്ല. അതായത് പ്രവാചകൻ്റെ കൂടെ ഹിജ്റ ചെയ്ത സ്ത്രീകളെ മാത്രമേ ബന്ധുക്കളിൽ നിന്ന് കല്യാണം കഴിക്കാവൂ എന്നുള്ള ഒരു നിബന്ധനയല്ല, മറിച്ച് അവരുടെ മഹത്വം കാരണം പരാമർശിച്ചു എന്ന് മാത്രമാണ് അമാനി മൗലവി റഹിമഹുല്ലയൊക്കെ അവിടെ പറഞ്ഞത്. എന്നാൽ ബൈലാവി ഒക്കെ പോലെയുള്ള തഫ്സീറുകളിൽ നമുക്ക് ഇല്ല, പ്രവാചകൻ്റെ കൂടെ ഹിജ്റ വന്ന ബന്ധുക്കളെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ, ഈ നിബന്ധന അത് നിബന്ധനയായിട്ട് തന്നെ പഠിപ്പിച്ചതാണ് എന്ന് ഒക്കെ നമുക്ക് മറ്റഭിപ്രായങ്ങളും കാണാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പറപ്പൂർ ഉസ്താദിൻ്റെ ചെറുമുണ്ടം അബ്ദുൽ ഹമീദ് വസീയുടെ ഒക്കെ തഫ്സീർ നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ അഭിപ്രായമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ രണ്ടും പണ്ഡിത ലോകത്ത് നിലനിൽക്കുന്ന അഭിപ്രായങ്ങളാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ വന്നാലും ഇല്ലെങ്കിലും കല്യാണം കഴിക്കാമെന്നും ബന്ധുക്കളെ, ഇനിയല്ല
ഹിജ്റ വന്നവരെ മാത്രമേ പറ്റുള്ളൂ എന്നും രണ്ടഭിപ്രായങ്ങളുണ്ട് എന്ന് നമ്മളവിടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നാലാമത്തെ ഒരു വിഭാഗമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമ്രഅത്തൻ മുഅ്മിനത്തൻ, ഒരു മുഅ്മിനായ സ്ത്രീയെയും അള്ളാഹു താങ്കൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. എങ്ങനെയുള്ള? ഇൻ വഹബത് നഫ്സഹാ ലിന്നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം നഫ്സിനെ അവൾ സമർപ്പിക്കുകയാണെങ്കിൽ, അതായത് ഒരു മഹറില്ലാതെ, ഒരു വലിയില്ലാതെ, സാക്ഷികളില്ലാതെ പ്രവാചകരെ ഞാൻ എൻ്റെ ശരീരത്തെ താങ്കൾക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ സ്ത്രീയെ ഇൻ അറാദൻ നബിയു, പ്രവാചകൻ ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അയ്യസ്തൻകിഹഹ, അവളെ വിവാഹം ചെയ്യാൻ, നിക്കാഹ് ചെയ്യാൻ പ്രവാചകൻ ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രവാചകന് അങ്ങനെ സ്വയം സമർപ്പിക്കുന്ന സ്ത്രീകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി കൊടുത്തു എന്നുള്ളതാണ്. അത്തരത്തിൽ ചരിത്രത്തിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ സ്വയം സ്വദേഹത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രവാചകനിലേക്ക് കടന്നു വന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് ഖൗല റളിയല്ലാഹു അൻഹ. പ്രവാചകന് സ്വയം സമർപ്പിച്ച മഹദികളിൽ പെട്ടവരാണ്. എന്നാൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയൊക്കെ പറയുന്നത് പോലെ പ്രവാചകൻ അത്തരത്തിൽ സ്വയം സമർപ്പിച്ച ആരെയും വിവാഹം ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അത് പ്രവാചകൻ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തൊരു നിയമം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വന്തം അവകാശങ്ങളെ, ഒരു സ്ത്രീയുടെ അവകാശമാണല്ലോ മഹർ ലഭിക്കുക എന്നുള്ളത്, അതുപോലും എൻ്റെ അവകാശം പോലും വേണ്ട എന്ന് കരുതിക്കൊണ്ട് പ്രവാചകന് സ്വയം സമർപ്പിക്കുമ്പോൾ ആ ഒരു സ്ത്രീയുടെ ഒരു സത്യവിശ്വാസത്തിൻ്റെ പൂർണ്ണതയും അള്ളാഹു പറഞ്ഞതുപോലെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വദേഹത്തേക്കാൾ പ്രവാചകനെ മുന്തിച്ചതിൻ്റെ ആ ഒരു ഈമാനുമാണ് ആ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇത്തരത്തിൽ സ്വയം പ്രവാചകന് സമർപ്പിക്കുന്ന സ്ത്രീകളോട് എനിക്കൊരു ഈർഷ്യത തോന്നാറുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രവാചകന് അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള ആയത്ത് ഇറക്കിയപ്പോൾ ഞാൻ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹു താങ്കൾ ഉദ്ദേശിക്കുന്നത് തന്നെ പെട്ടെന്ന് നിയമമാക്കി തന്നല്ലോ എന്നൊക്കെ പറയുന്ന ഹദീസുകൾ. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ മകളുടെ കൂടെ പ്രവാചകൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഇതുപോലെ വന്ന് പ്രവാചകന് സ്വയം സമർപ്പിച്ചു. അപ്പോൾ ആ മകൾ പറഞ്ഞു, ഇതെന്താണ് ഒരു നാണവുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ മകളെ ശാസിക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അവൾ നിന്നേക്കാൾ ഖൈറായ സ്ത്രീയാണ്. കാരണം സ്വന്തം അവകാശങ്ങളെപ്പോലും മാറ്റിവെച്ചുകൊണ്ട് പ്രവാചകൻ്റെ പത്നിയാവുക എന്നുള്ള ആഗ്രഹത്തെ സമർപ്പിക്കുക എന്നുള്ളത് ആ സത്യവിശ്വാസത്തിൻ്റെ പൂർണ്ണതയായിട്ട് അവിടെ വെച്ച് അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗദാ ബീവിയെ റളിയല്ലാഹു അൻഹ തലാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ സൗദാ ബീവി പ്രവാചകനോട് വന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, എന്നെ താങ്കൾ ഒഴിവാക്കരുത്, പരലോകത്ത് താങ്കളുടെ ഭാര്യയായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുക എന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേണമെങ്കിൽ എൻ്റെ പങ്ക് ഞാൻ ആയിഷാക്ക് വെച്ച് കൊടുക്കാം, എന്നാലും താങ്കളുടെ ഭാര്യയായിരിക്കുക എന്നുള്ള ആ ഒരു സ്ഥാനം എനിക്ക് വേണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം സൗദ റളിയല്ലാഹു അൻഹ പ്രകടിപ്പിച്ചതൊക്കെ ഇവിടെ പരാമർശിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു കാര്യത്തിലൊരു ചിലർക്കൊരു മനസ്സിലൊരു ഇത് തോന്നിയേക്കാം, ഇതൊരു മോശത്തരമല്ലേ എന്നുള്ള തരത്തിൽ. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ച സട്ടാവായ റബ്ബ് അള്ളാഹുവിൻ്റെ പ്രവാചകന് എന്തെങ്കിലും അനുവദിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളത് അടിസ്ഥാനമാണ്. നമ്മൾ റബ്ബിന് സമർപ്പിച്ചവരാണ്. അപ്പോൾ അള്ളാഹു ഒന്ന് അനുവദിച്ചു കൊടുത്താൽ അതിൽ നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ഒരു പരിപ്രേക്ഷ്യത്തിൻ്റെയും പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിന് സമ്പൂർണ്ണമായി കീഴൊതുങ്ങി അള്ളാഹു നിയമിക്കുന്ന നിയമങ്ങളെല്ലാം ഏറ്റവും പരിപൂർണമാണ് എന്ന് ഒന്നാമതായി മനസ്സിലാക്കുകയാണ് നമ്മൾ വേണ്ടത്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ശരിക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക്, സത്യവിശ്വാസം ഉള്ളിലേക്ക് കയറിയ ആളുകൾക്ക് ഇതിൽ യാതൊരു സംശയത്തിനോ പ്രശ്നത്തിനോ ഇടയില്ല എന്നും നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നു, ഈ 4 വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, 4 സ്ത്രീകളെ പ്രവാചകനെ താങ്കൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു അവസാനത്തെ 4ാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയുകയാണ്, ഖാലിസത്തല്ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. ഈ 4ാമത് പറഞ്ഞ സ്വയം മഹറില്ലാതെ, വലിയില്ലാതെ, സാക്ഷിയില്ലാതെ സ്വയം സമർപ്പിക്കുക ഒരു സ്ത്രീ വന്ന്, എന്നിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ വിവാഹം ചെയ്യുക എന്നുള്ള കാറ്റഗറി പ്രവാചകരെ ഖാലിസത്തല്ലക, താങ്കൾക്ക് മാത്രമാണ്, മിൻ ദൂനിൽ മുഅ്മിനീൻ, മറ്റ് മുഅ്മിനീങ്ങൾക്കൊന്നും അള്ളാഹു അനുവദിക്കാത്ത താങ്കൾക്ക് മാത്രമായിട്ടുള്ള ഒരു നിയമമാണ് ഇത് എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് അലിംന, നാം അറിഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം, മാ ഫറദ്ന അലൈഹിം, മുഅ്മിനീങ്ങൾക്ക്, മറ്റുള്ള സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല
നിയമിച്ചു കൊടുത്തത് ഫി അസുവാജിഹിം അവരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ, വമാ മലക്കത്ത് ഐമാനുഹും അവരുടെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമകളുടെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് അള്ളാഹു എന്താണ് നിയമമാക്കി കൊടുത്തത് എന്നുള്ളത് അള്ളാഹുവിനറിയാം. അതായത് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി ചില നിയമങ്ങൾ അള്ളാഹു പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആദ്യത്തെ 3 വിഭാഗങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. 4 വിഭാഗങ്ങളെ അള്ളാഹു പ്രവാചകന് ഹലാലാക്കി കൊടുത്തു. അതിൽ ആദ്യത്തെ 3 വിഭാഗം എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹലാല് തന്നെയാണ്. അവിടെയൊക്കെ അള്ളാഹു ഉപയോഗിച്ചത് താങ്കൾക്ക് എന്നുള്ള പ്രയോഗമാണ്. എന്നാൽ 4ാമത്തെ വിഭാഗം പ്രവാചകന് മാത്രം ഖാസായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അവിടെ നബിയുടെ മുന്നിൽ ഒരു സ്ത്രീ സമർപ്പിക്കുകയാണെങ്കിൽ, നബി ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് പ്രത്യേകം നബി എന്ന് എടുത്തു പറഞ്ഞ ആ പ്രയോഗവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്. കാരണം അതിലൂടെയും അള്ളാഹു അറിയിക്കുകയാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് എന്ന്. അപ്പോൾ അള്ളാഹു പറയുകയാണ്, മറ്റുള്ളവരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അവർക്ക് 4ൽ കൂടുതൽ വിവാഹം ചെയ്യാൻ പാടില്ല. അതുപോലെ വിവാഹം ചെയ്യണമെങ്കിൽ മഹർ വേണം, സാക്ഷികൾ വേണം, വലിയ വേണം. ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് അള്ളാഹു എന്താണ് നിയമമാക്കിയത് എന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം. അതുപോലെ അവരുടെ അടിമകളുടെ കാര്യത്തിൽ അള്ളാഹു അടിമകൾ എത്ര പേരെ വേണമെങ്കിലും അടിമകളെ കൈവശപ്പെടുത്താമെന്നൊക്കെയുള്ള സകല നിയമങ്ങളും അള്ളാഹുവിന് അറിയാം. അള്ളാഹു അതിൻ്റെ യുക്തി ഏറ്റവും നന്നായി അറിയുന്നവൻ തന്നെയാണ്. എന്നിട്ട് അള്ളാഹു ഇത്തരത്തിൽ പ്രവാചകന് നിയമമാക്കി കൊടുത്തതിൻ്റെ ഉദ്ദേശമായിക്കൊണ്ട് പറയുന്നു, ലിഖയിലായക്കൂന അലൈക ഹറജുൻ, താങ്കൾക്ക് ഇങ്ങനെ വിവാഹം ചെയ്യുന്നതിൽ യാതൊരു വിഷമവും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി, യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനാണ് അള്ളാഹു ഇത്തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് 2 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളതാണ്, സ്ത്രീകളും സുഗന്ധവ്യഞ്ജനങ്ങളും എനിക്ക് ഈ ദുനിയാവിൽ അള്ളാഹു എനിക്ക് ഇഷ്ടപ്പെടുത്തി തന്നിരിക്കുന്നു. അതുപോലെ നിസ്കാരം എന്നുള്ളത് എൻ്റെ കണ്ണിൻ്റെ കൺകുളിർമയായും അള്ളാഹു മാറ്റി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതൊന്നും ഒരു മോശമായിട്ട് ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. കാരണം ഒരു പൗരുഷത്തിൻ്റെ പൂർണ്ണത മാത്രമാണ് സ്ത്രീകളോടുള്ള ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അത് പ്രവാചകൻ പറഞ്ഞു എന്നുള്ളത് നമുക്കൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഴപ്പമായി നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ ലോകവീക്ഷണത്തിൻ്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു റസൂലും നിയമമാക്കിയത് അത് നമുക്കെത്ര നന്നായി തോന്നുന്നില്ല എങ്കിലും, കാലഘട്ടത്തിന് യോജിക്കാത്തതായിട്ടൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിലും അത് നമ്മുടെ തോന്നലാണ്, നമ്മുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. വക്കാന അല്ലാഹു ഗഫൂറുർ റഹീമ, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തുകൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്.